അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പാദവാർഷിക പരീക്ഷയിൽ നമ്മുടെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. കിതാബുകൾ മാറിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ്. ഈ ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ട പാഠഭാഗങ്ങൾ ആദ്യത്തെ 5 പാഠങ്ങളാണ്. അൽ ഇഖ്ലാസു, അത്തഖ്വ, വേഷം, അരിദ്ദത്തു, അൽ ജിന്നു വശൈത്വാൻ എന്നീ 5 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ 5 പാഠങ്ങളുടെയും ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ പാഠങ്ങളും നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും എഴുതി പരിശീലിക്കാനുള്ള ഭാഗങ്ങൾ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം അൽ ഇഖ്ലാസു. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസിന്റെ നിർവചനമാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ നിർവചനം നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, നമ്മൾ മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ആ ഇബാദത്തുകൾ കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള നിസ്കാരമാവരുത്. നമ്മൾ സദഖ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തി പറയണം എന്നുള്ള ചിന്തയിലാവരുത്. എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യലാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇത് വിദ്യാർത്ഥികൾ അടിവരയിട്ട് ഈ നിർവചനം നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മുടെ സർവ്വ പുണ്യകർമ്മങ്ങളും റബ്ബിന്റെ പ്രീതി ലക്ഷ്യമാക്കി മാത്രമായിരിക്കണം. നമ്മുടെ നിസ്കാരവും മറ്റും മാതാപിതാക്കളുടെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാകരുത്. മാതാപിതാക്കളുടെ അടിപേടിച്ച് നിസ്കരിക്കുക, അങ്ങനത്തെ നിസ്കാരമാവരുത്. മറിച്ച് റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ ആയത്ത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ ആയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആയിരിക്കരുത്. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. നീ ഇഖ്ലാസുള്ളവനാവുക. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രമാണ് ആഗ്രഹിക്കേണ്ടത്. ചുരുക്കത്തിൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതിന്റെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ പ്രീതിയുമായിരിക്കണം. ജനങ്ങൾ കാണാൻ വേണ്ടിയോ ജനങ്ങൾ നമ്മളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയോ ആയിരിക്കരുത് എന്ന് ചുരുക്കം. ഈ ബൈത്തും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു ബൈത്ത്, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ, ഈ ബൈത്തും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു പക്ഷേ ഇതും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇഖ്ലാസിന്റെ 3 സ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഏതൊക്കെയാണത്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അപ്പൊ 3 സ്ഥാനങ്ങൾ ഇഖ്ലാസിന് കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തത്, ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് അതേതാണ്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ഇനി രണ്ടാമത്തതോ, അള്ളാഹുവിന്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇബാദത്ത് 2ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. വിദ്യാർത്ഥികൾ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഇനി 3ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്?
ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാനായി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതൽ. സൂറത്തുൽ വാഖിഅ ഓതിയാലുള്ള ഗുണമെന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതെ അല്ലാഹു തആല നമ്മെ കാക്കും. അതുകൊണ്ട് തന്നെ എല്ലാ രാത്രിയിലും എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ വാഖിഅ മുടങ്ങാതെ ഓതുന്ന ഒരു ശീലം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ സൂറത്തുൽ വാഖിഅ നമ്മൾ പതിവാക്കിയാൽ ദാരിദ്ര്യം വരാതെ അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കും. അങ്ങനെ ദാരിദ്ര്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിലേക്ക്, മറ്റു ജനങ്ങളിലേക്ക് നമ്മൾ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കും. അങ്ങനെ ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ഇങ്ങനെ ഇഖ്ലാസിന്റെ ഈ 3 സ്റ്റേജുകൾ, ഈ 3 സ്ഥാനങ്ങൾ വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കുക. അവസാനത്തെ പാരഗ്രാഫ്, 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അറിവുകളെ അവന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ അമലുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള രൂപത്തിലാവരുത് നമ്മുടെ ഇബാദത്ത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, ആ ഒരു പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇഖ്ലാസോടുകൂടെയുള്ള ഇബാദത്തുകളാവുക. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി തദ്രീബാത്ത്, ഉത്തരം പറയാം. ഇഖ്ലാസ് എന്നാൽ എന്താ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. രണ്ടാമത്തത്, ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ഇനി മൂന്നാമത്തത്, സൂറത്തുൽ വാഖിഅ ഓതിയാലുള്ള നേട്ടം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സൂറത്തുൽ വാഖിഅ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതെ അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കും. നാലാമത്തത്, ഹിക്മത്തിന്റെ അറിവുകളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും. ആർക്ക്? 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അറിവുകളെ അവന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി പൂരിപ്പിക്കാം. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽ കിലാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞ വരികളാണിത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. ഇനി ആശയം കണ്ടെത്താം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരാധന കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ പാഠം, ഇഖ്ലാസ് എന്നുള്ള പാഠം. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠം ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കുകയും ഇതിൽ തന്നിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നിർബന്ധമായും നോട്ട്ബുക്കിലേക്ക് എഴുതി പരിശീലിക്കുകയും ചെയ്യണം. ഇനി രണ്ടാമത്തെ പാഠം അദ്ദർസു സാനി അത്തഖ്വ. തഖ്വയെ കുറിച്ചാണ് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് തഖ്വ എന്നുള്ളത്? നാം ജീവിതത്തിൽ പെരുന്നാൾ, വിവാഹം, വിനോദയാത്ര, വിജയം തുടങ്ങിയ സന്തോഷ നിർഭരമായ അവസരങ്ങളിലൂടെയും രോഗം, ദാരിദ്ര്യം, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കൽ, പരാജയം തുടങ്ങിയ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകും. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കുകയും വേണം. അപ്പോൾ അള്ളാഹു നമുക്കൊപ്പമുണ്ടാകും. ഇനി തഖ്വയുടെ നിർവചനം പറയുകയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യുക, അതിനാണ് തഖ്വ എന്ന് പറയുക. ഈ നിർവചനം വിദ്യാർത്ഥികൾ അടിവരയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ, നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്? ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തഖ്വയുടെ വിഷയത്തിൽ വീണ്ടും പറയുകയാണ്, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായിലാ. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ. അല്ലാഹുവിനെ തഖ്വ ചെയ്യൽ എല്ലാ വിജയത്തിന്റെയും നിദാനമാണ്.
എന്നാലോ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബായില, നമ്മുടെ ദേഹേച്ഛകളെ പിന്തുടരൽ അത് പിശാചിന്റെ കെണിവലകളിൽ പെട്ടതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊക്കെ നമുക്ക് തഖ്വ വേണം, അള്ളാഹുവിലുള്ള സൂക്ഷ്മത വേണം. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോവുക എന്നുള്ളത് അത് പിശാചിന്റെ കെണിവലകളിൽ പെട്ടതാണ്. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും അവന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഖുർആൻ പല സ്ഥലങ്ങളിലും തഖ്വയുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്, ആ ഗുണങ്ങളാണ് താഴെ എണ്ണി പറയുന്നത്. ഈ ഗുണങ്ങളും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. എന്തെല്ലാമാണത്? 1, അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൽ. 2, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3, പ്രയാസങ്ങൾ നീങ്ങൽ. 4, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കും. 5, ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. 6, പാപമോചനം നേടൽ. 7, നരകമോചനം നേടൽ. 8, സ്വർഗപ്രവേശനം ലഭിക്കൽ. അപ്പോൾ തഖ്വയോടെ ജീവിക്കുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നാം പരമാവധി അല്ലാഹുവിന് തഖ്വയുള്ളവരാകണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഇത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക, കാരണം അത് പാപത്തെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ചുരുക്കത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതിനാണ് തഖ്വ എന്ന് പറയുക. അങ്ങനെ തഖ്വയോടുകൂടെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹു തആല നൽകുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി തദ്രീബാത്ത്, ഉത്തരം പറയാം. തഖ്വ എന്നാൽ എന്ത്? നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. 2, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. ഇനി 3ാമത്തെ ചോദ്യം, തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. ഇവിടെ നമ്മൾ 8 നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൽ നിന്ന് ഇൽമു ലഭിക്കൽ, പ്രയാസങ്ങൾ നീങ്ങൽ, അങ്ങനെ 8 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമുള്ള 3 വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഇനി പൂരിപ്പിക്കാം. ഇന്ന അക്രമക്കും ഡാഷ് അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. 2ാമത്തത് തഖ്വൽ ഇലാഹി ഡാഷ്, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബായില. ഇനി ആത്മപരിശോധന നടത്താം. കഴിഞ്ഞുപോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വ ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് സ്വയമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അദ്ദർസു സാലിസ്, 3ാമത്തെ പാഠമാണ്. വേഷം. നമ്മുടെ വേഷം എങ്ങനെയായിരിക്കണം? സഹ്ലു ബിൻ ഹൻളലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഖുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. ഖുറൈമുൽ അസദി നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിലുള്ള ചെറിയ ഒരു പോരായ്മ എന്താണ്? അദ്ദേഹം തലമുടി നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവമുണ്ട്, അതുപോലെ ഞെരിയാണിക്ക് താഴെ മുണ്ടെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു, അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പറയാണ്. ഇത് കേട്ട സഹാബികളിൽ ചിലർ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും
തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വേഷവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് താഴെ പറയുന്നത്. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം. നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായും മറച്ചിരിക്കേണ്ട ഭാഗത്തിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. ആ ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഔറത്ത് വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രം അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വസ്ത്രമല്ല. മറിച്ച് ഔറത്ത് മറയുന്നതായിരിക്കണം നമ്മുടെ വസ്ത്രം. വൃത്തിയുള്ളതാവണം. എപ്പോഴും നല്ല വൃത്തിയുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. വൃത്തിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദുർമാർഗികളെ അനുകരിക്കരുത്. ഏതെങ്കിലും മോശപ്പെട്ട ആളുകളുടെ വേഷവിധാനമല്ല നമ്മൾ അനുകരിക്കേണ്ടത്. നല്ല വേഷവിധാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീ തലമുടി കളയരുത്. പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്. ക്രോപ്പ് ചെയ്യരുത് എന്ന് ആൺകുട്ടികളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ്. ക്രോപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. പുരുഷൻ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേഷവിധാനം അത് ഇസ്ലാം അംഗീകരിച്ച രൂപത്തിലുള്ള വേഷവിധാനമായിരിക്കണം. ഇനി ഉത്തരം പറയാം. ഖുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തിയ 2 ശീലങ്ങളേവ? ഒന്ന് തലമുടി നീട്ടി വളർത്തുക എന്നുള്ളതും മറ്റൊന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുക എന്നുള്ളതും. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി. 2, തന്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിർത്തി പ്രകടിപ്പിച്ചതറിഞ്ഞപ്പോൾ ഖുറൈം റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഉടനെ തന്നെ ആ നീളമുള്ള മുടി വെട്ടി ഒതുക്കുകയും ഞെരിയാണിയുടെ മുകളിലായിട്ട് വസ്ത്രം എടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വേഷവിധാനം ഏതാണ്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ പാഠം അദ്ദറുസുർ റാബി അർ-റിദ്ദത്തു. പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. നാം മുസ്ലിങ്ങളായി എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ജീവിതകാലം മുഴുവൻ മുസ്ലിമായിരിക്കാനും മുസ്ലിമായി തന്നെ മരിക്കാനും നമുക്ക് സാധിക്കണം. അതിന് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവേ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം എന്ന് നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എല്ലാ സ്വാലിഹുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. എന്താണ് റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഡെഫിനിഷനാണ് ഇനി പറയുന്നത്, നിർവചനമാണ് ഇനി പറയുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ട് ചിന്ത കൊണ്ടോ ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. റിദ്ദത്ത് സംഭവിച്ചയാളാണ് മുർത്തദ്. ഈ റിദ്ദത്ത് സംഭവിച്ച ആൾക്ക് എന്താ പറയാ? മുർത്തദ് എന്നാണ് പറയുക. കുഫറിന്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹു താല നമുക്ക് തന്ന ഈ ഹിദായത്തുണ്ടല്ലോ, ഈ സന്മാർഗമുണ്ടല്ലോ, അത് മരണം വരെ നിലനിന്ന് കിട്ടാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ചിന്തയോ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് പറയുന്ന പേരാണ് മുർത്തദ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുർത്തദ്ദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. അത്രയും കാലം നമ്മൾ ചെയ്ത എല്ലാ നന്മകളും മുർത്തദ്ദാവലോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യുകയോ ഇല്ല. അവന് ശാശ്വതമായി നരകത്തിൽ വസിക്കുകയും ചെയ്യും.
ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് റിദ്ദത്ത് സംഭവിക്കുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഒന്നാമതായി അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹു ഇല്ല എന്ന് പറയുക. അതാണല്ലോ അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒന്നാമത്തത് എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ അള്ളാഹു ഇല്ല, അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ, അള്ളാഹു ഇല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ, ആ വാദിക്കൽ കൊണ്ട്, ആ നിഷേധിക്കൽ കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, റിദ്ദത്ത് സംഭവിക്കും എന്ന് നമ്മുടെ ചുറ്റിലും ധാരാളമായി കണ്ടുവരുന്നതാണ്. നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ, നിരീശ്വരവാദികളും യുക്തിവാദികളും ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കൽ കൊണ്ട് റിദ്ദത്ത് സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തത് അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുക, നബിമാരെയൊക്കെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക, വ്യഭിചാരം, മദ്യപാനം പോലെയുള്ള ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങളെ ഹലാലാണെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക, ശർഈ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിലിടുക എന്നിവ റിദ്ദത്തിന്റെ കാരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധഭാവത്തിലായാലും പരിഹാസ രൂപത്തിലായാലും വാശി കാരണമായാലും റിദ്ദത്ത് സംഭവിക്കും. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ റിദ്ദത്ത് സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മുർത്തദ്ദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. റിദ്ദത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഉത്തരമെഴുതാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? ഇസ്ലാമാണ്. എന്താണ് റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇവിടെ പറഞ്ഞു, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. റിദ്ദത്തിന്റെ കാരണങ്ങൾ ഏവ? അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം റിദ്ദത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പൂരിപ്പിക്കാം. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. പൂരിപ്പിച്ച് ആശയം എഴുതാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് അവസാനത്തെ പാഠം, അദ്ദറുസുൽ ഖാമിസ്, അൽ ജിന്നു വശൈത്വാൻ. ജിന്നിനെയും ഷൈത്താനിനെ കുറിച്ചുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എണ്ണിയാൽ തീരാത്ത സൃഷ്ടികൾ അള്ളാഹുവിനുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന സൃഷ്ടികളെ മാത്രമാണോ അള്ളാഹു പടച്ചത്? നാം കാണാത്ത ധാരാളം സൃഷ്ടികളും നമുക്ക് ചുറ്റുമില്ലേ? കാറ്റ് നാം കാണുന്നില്ല, പക്ഷെ അതിന്റെ പ്രതിഫലനം നമ്മൾ അറിയുന്നു. ഉപകരണങ്ങളുടെ സഹായത്തോടെ കാണാൻ കഴിയുന്നതും ഉപകരണങ്ങളുടെ സഹായം ഉണ്ടെങ്കിലും കാണാൻ സാധിക്കാത്തതുമായ ധാരാളം സൃഷ്ടികളുണ്ട്. ജിന്നുകൾ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത സൃഷ്ടികളാണ്. മനുഷ്യരെ പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ജിന്നുകളെയും അവൻ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി ജിന്നുകളുടെ ചില പ്രത്യേകതകൾ പറയുകയാണ്. തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. ജിന്നുകൾക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കും. എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയും. അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ വിവാഹം ചെയ്യാറുണ്ട്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അവർക്ക് നമ്മെ കാണാൻ കഴിയും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അവരിൽ വിശ്വാസികളും അല്ലാത്തവരും ഉണ്ട്. ഈ പോയിന്റുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്വാന്മാർ, പിശാചുക്കൾ. അവർ നമ്മെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാചും സഞ്ചരിക്കും.
മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തവനാണ് പിശാച്. അവരിലെ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും മനുഷ്യരോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്ന പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇതാണ് ജിന്ന് ഷൈത്താൻ എന്നുള്ള പാഠം. ഇനി അതിന്റെ തദ്രീബാത്ത് ഉത്തരം പറയാം. ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2, പിശാചുക്കളിലെ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? ഇബ്ലീസാണ്. ആരാകുന്നു ഷൈത്താൻമാർ? ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്താൻമാർ. ഇനി രണ്ടാമത്തത് പൂരിപ്പിച്ച് ആശയം എഴുതാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. രണ്ടാമത്തത് ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. മൂന്നാമത്തത് ഇന്ന ശൈത്വാന മുബീൻ. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അന്വേഷിക്കാം, ഷൈത്താൻ എന്നു മുതലാണ് മനുഷ്യന്റെ ശത്രു ആയതെന്നും അതിന് പിന്നിലുള്ള ചരിത്രവും ഉസ്താദിനോട് അന്വേഷിച്ചു പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ എല്ലാ മലക്കിനോടും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും സുജൂദ് ചെയ്തു. ആരൊഴികെ? ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അന്ന് ഇബ്ലീസ് അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ പറഞ്ഞതെന്താ? തീയിനാൽ പടക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പടക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ സംസാരമായിരുന്നു അന്ന് അവൻ സംസാരിച്ചത്. അങ്ങനെ മറ്റുള്ള മലക്കുകളൊക്കെ സുജൂദ് ചെയ്തപ്പോഴും ഇബ്ലീസ് ധിക്കാരിയായി മാറി നിൽക്കുകയായിരുന്നു. അതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു ശാപമേൽക്കാനുള്ള കാരണക്കാരൻ ആരാണ്? ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മറ്റുള്ളവരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണല്ലോ ഇബ്ലീസ് മാറി നിന്നത്. അങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസിന് ശത്രുതയുണ്ടാവുന്നതും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോട് ഖിയാമത്ത് നാൾ വരെയുള്ള ആദം സന്തതികളോട് ആ ശത്രുത തുടർന്നു പോരുന്നതും. ഇതാണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം. വളരെ ലഘുവായി പറഞ്ഞതാണ്. ഇനി അടുത്തത് ശീലമാക്കാം, പിശാചിനെ അകറ്റാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ആയത്തുൽ കുർസി ഓതൽ പതിവാക്കും. നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മി ചൊല്ലും. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഞാൻ പ്രത്യേക ദിക്ർ ചൊല്ലും. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ പിശാചിന്റെ ഷർറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇത്രയും പാഠങ്ങളാണ് ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, നിർബന്ധമായും ഓരോ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ആർക്കെങ്കിലും ഈ പാഠങ്ങളിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായും ഷെയർ ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.